Hi everyone. നമ്മൾ പരാബോളയുടെ ഇക്വേഷൻസ് ഫോർമുലാസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് -4 0 is the vertex and y-axis is the directrix of the parabola, then its focus is at the point dash. We have to fill that blank. Okay. അപ്പോൾ വെർട്ടെക്സ് തന്നിട്ടുണ്ട്, ഡയറക്ട്രിക്സ് തന്നിട്ടുണ്ട്, ഫോക്കസ് ഇവാലുവേറ്റ് ചെയ്യണം. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്ന കാര്യങ്ങൾ ഒരു ഫിഗർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനും പെട്ടെന്ന് ആൻസർ ക്യാച്ച് ചെയ്യാനും നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരാബോള ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് വെർട്ടെക്സ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. XY plane, this is our y-axis and this is x-axis. Okay, given that vertex is -4 0, അതായത് പരാബോള ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് -4 0. Given that y-axis is the directrix, അപ്പോൾ ഈ ആക്സിസ് ആണ് പരാബോളയുടെ ഡയറക്ട്രിക്സ്. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഫോക്കസ്. ആ പോയിന്റ് XY എന്ന് അസ്യൂം ചെയ്യുക. ഈ പോയിന്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി പരാബോളയുടെ ഡെഫിനിഷൻ യൂസ് ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് ഒരു പരാബോള നമുക്ക് കിട്ടുന്നത്? ഈ ഫോക്കസ് XY എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഡയറക്ട്രിക്സ് ആയിട്ടുള്ള y-ആക്സിസിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന പോയിന്റുകളുടെ കളക്ഷനാണ് ഈ പരാബോള. ഓക്കെ, അപ്പോൾ ഈ പരാബോളയിലെ ഒരു പോയിന്റ് ആണ് -4 0. അപ്പോൾ ഡെഫിനിഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? -4 0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ y-ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം പോയിന്റിൽ നിന്ന് XY എന്ന് പറയുന്ന ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ഞാൻ ഈ പോയിന്റ് O, ഈ പോയിന്റ് S, ഈ പോയിന്റ് M എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് OS is equal to SM. ഇനി ഈ പോയിന്റ് നമ്മുടെ ഒറിജിൻ 0 0. അപ്പോൾ SM എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് -4 0 ആൻഡ് 0 0. അത് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് 4 യൂണിറ്റ്സ്. ഓക്കെ, അതെങ്ങനെയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് -4 - 0 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 0 സ്ക്വയർ, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 16 വിച്ച് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ എന്ത് കിട്ടി? ഇത് 4 യൂണിറ്റ്സ് ആണ് കിട്ടി. ഈ ഡിസ്റ്റൻസ് 4 യൂണിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ പരാബോളയുടെ ഡെഫിനിഷൻ അനുസരിച്ച് വി ക്യാൻ റൈറ്റ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ഓൾസോ 4 യൂണിറ്റ്സ്. ഓക്കെ, ഇപ്പോൾ -4 0യിൽ നിന്നും അതിൻ്റെ ലെഫ്റ്റിലേക്ക് 4 യൂണിറ്റ്സ് മാറിക്കിടക്കുന്ന പോയിന്റാണ് നമ്മുടെ ഫോക്കസ്. അപ്പോൾ -4 0യിൽ നിന്നും 4 യൂണിറ്റ് മാറിക്കിടക്കുന്ന പോയിന്റ് ഏതാണ്? 1 യൂണിറ്റ് മാറിക്കഴിയുമ്പോൾ -5 0 കിട്ടും. 2 യൂണിറ്റ് മാറിക്കഴിയുമ്പോൾ -6 0, 3 യൂണിറ്റ് മാറിക്കഴിയുമ്പോൾ -7 0, 4 യൂണിറ്റ് മാറിക്കഴിയുമ്പോൾ കിട്ടുന്നത് -8 0. So our required answer, focus of the parabola is the point -8 0. അതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The directrix of the parabola is x plus 5 is equal to 0 and its focus is at the point 5 0. Then the length of the lattice rectum of the parabola is. നമുക്ക് ലാറ്റിസ് റെക്ടത്തിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനി അപ്വേർഡ് പരാബോളയോ ഡൗൺവേർഡ് പരാബോള ഓർ റൈറ്റ് ഹാൻഡഡ് ലെഫ്റ്റ് ഹാൻഡഡ് 4 ടൈപ്പ് പരാബോളയിൽ ഏതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ലെങ്ത് ഓഫ് ദ ലാറ്റിസ് റെക്ടം നിങ്ങൾ ഫോർമുല പഠിച്ചു കഴിഞ്ഞതാണ്. ഫോർ എനി ടൈപ്പ് ഓഫ് പരാബോള ലെങ്ത് ഓഫ് ദ ലാറ്റിസ് റെക്ടം വിൽ ബി 4 × A. അത് ഏത് ടൈപ്പാണോ അതിൻ്റെ മേജറിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എല്ലാത്തിനും ഒരേ ഫോർമുല 4 × A. ഓക്കെ, ഇനി തന്ന കാര്യങ്ങൾ ഒരു ഫിഗർ ആയിട്ട് വരച്ച് നോക്കുക. XY പ്ലെയിൻ കൺസിഡർ ചെയ്യുക.
given that x plus 5 is equal to 0 is the directrix. Okay, അപ്പോൾ എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0 ആണ് ഡയറക്ട്രിക്സ്. അതിനെങ്ങനെ എഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു -5 എന്ന് എഴുതാം. അപ്പോൾ ഏതാണ് പോയിന്റ്, ഏതാണ് ലൈൻ? എക്സ് ഈസ് ഈക്വൽ ടു -5 എന്ന് പറയുന്ന ഈ ലൈനാണ് ഡയറക്ട്രിക്സ്. അതിൽ ഈ പോയിന്റ് കൂടെ മാർക്ക് ചെയ്യുന്നു. പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം -5 0. ഇനി പരാബോളയുടെ ഫോക്കസ് 5 0 തന്നിട്ടുണ്ട്. ഓക്കെ, ഈ പോയിന്റ് ആണ് ഫോക്കസ്. അപ്പോൾ നമ്മുടെ പരാബോള ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഈ ഷേപ്പിലാണ് വരുന്നത്. റൈറ്റ് ഹാൻഡഡ് പരാബോളയാണ്. ഇനി നമുക്കറിയാം ഈ പരാബോളയിലേക്ക് ഈ ഡയറക്ട്രിക്സിൽ നിന്ന് വരുന്ന ഈ ദൂരം എന്ന് പറയുന്നത് എ യൂണിറ്റ് ആണ്. ഓക്കെ, ഇതും പരാബോളയിൽ നിന്നും ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആണ്, അതും എ യൂണിറ്റ് ആണ്. അപ്പോൾ എന്ത് നമുക്ക് എഴുതാം? ഡയറക്ട്രിക്സിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരം എന്താണ്? ദിസ് ഡിസ്റ്റൻസ് പ്ലസ് ദിസ് ഡിസ്റ്റൻസ്. അതെത്ര വരും? എ പ്ലസ് എ ഇസ് ഈക്വൽ ടു 2a. നമുക്ക് എന്താണ് കൺക്ലൂഷൻ കിട്ടിയത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡയറക്ട്രിക്സ് ആൻഡ് ഫോക്കസ് ഈസ് ഈക്വൽ ടു 2a. ഓക്കെ, അത് 2a ആണ്. നമുക്ക് എന്താണ് വേണ്ടത്? 4a ആണ് നമുക്ക് വേണ്ട ആൻസർ. ഇപ്പോൾ 2a കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ആൻസറിൻ്റെ അത്രയും അടുത്തെത്തി. ഇനി ഈ 2a എന്ന് പറഞ്ഞാൽ എത്രയാണ്? -5 0യും 5 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ എന്ത് വരും? -5 -5 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 0 സ്ക്വയർ that is equal to √25. Sorry, -5 whole square, that is square root of -10 square, that is root of 100 is equal to 10. അപ്പോൾ എന്താണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? 2a, അത് 10 ആണ് നമുക്ക് കിട്ടി. നമുക്ക് വേണ്ട ആൻസർ എന്താണ്? 4a ആണ്. സോ 4a, length of the lattice rectum, length is equal to 4a, that is 2 into 2a, that is 2a നമ്മൾ 10 എന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചു. സോ 2 into 10, that is equal to 20 units. ഓക്കെ, അപ്പോൾ ഡയറക്ട്രിക്സും ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഡയറക്ട്രിക്സിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, അതും ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ 2a കിട്ടും. അതിൻ്റെ ടോയ്സ് ആയിരിക്കും ലെങ്ത് ഓഫ് ദ ലാറ്റിസ് റെക്ടം. ഓക്കെ, നെക്സ്റ്റ് വെർട്ടെക്സ് ഓഫ് ദ പരാബോള y is equal to x minus 2 into x minus 8 plus 7. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അറിയാവുന്ന പരാബോളയുടെ എക്സ്പ്രഷൻ ഒന്നെങ്കിൽ y² is equal to 4ax, അല്ലെങ്കിൽ x² is equal to 4ay. ഇവിടെ നെഗറ്റീവിൻ്റെ വ്യത്യാസം വരാം. എന്താണെങ്കിലും ഒന്നെങ്കിൽ y-യുടെ പവർ 2 ആയിരിക്കും, അവിടെ x 1 ആയിരിക്കും, x-ൻ്റെ പവർ 1 ആയിരിക്കും, അല്ലെങ്കിൽ x² is equal to 4ay ഫോമിലായിരിക്കും. ഇവിടെ ആ രീതിയിലൊന്നുമല്ല തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫോമിലേക്ക്, ഇതിലേതെങ്കിലും ഒരു ഫോമിലേക്ക് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരണം. എന്ത് ചെയ്താൽ മതി? ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. സോ y is equal to x minus 2 into x minus 8. അപ്പോൾ എന്ത് വരും? x² minus 10x plus 16 plus 17. ഓക്കെ, ഇനി ഈ സ്ക്വയർ വരുന്ന ആ സൈഡിൽ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതായത് a-b ഹോൾ സ്ക്വയറിലേക്കോ അല്ലെങ്കിൽ a+b ഹോൾ സ്ക്വയർ ഫോമിലേക്കോ കൊണ്ടുവരാൻ ശ്രമിക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു x² minus 10x. ഞാനൊരു 9 ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. പ്ലസ് 16 പ്ലസ് 9 minus 9 plus 7. So that implies y is equal to x² minus 10x
പ്ലസ് 16 plus 9 25, ഇത് -2. Okay, that implies y is equal to ഇത് x minus 5 all square minus 2. ഈ -2നെ ഞാൻ LHSലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് y plus 2 is equal to x minus 5 all square. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ y മൈനസ് കെ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എച്ച് ഓൾ സ്ക്വയർ ഫോമിലാണ് പരാബോളയുടെ ഇക്വേഷൻ എങ്കിൽ വെർട്ടെക്സിൻ എന്ന് പറയുന്നത് എച്ച് കെ എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 5 മൈനസ് 2. ഓക്കെ, അപ്പോൾ ഗിവൺ പരാബോളയുടെ ഇക്വേഷനെ സ്ക്വയറിൻ്റെ നമ്മുടെ ജനറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അവിടെ ജനറൽ ഫോമിൻ്റെ ഫോർമുലയായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വെർട്ടെക്സ് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫോക്കസ്, വെർട്ടെക്സ് ആൻഡ് ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം ഓഫ് ദ പരാബോള y square is equal to minus 16x. Okay, so our given parabola is y square is equal to minus 16x. നമ്മുടെ ജനറൽ ഫോം y square is equal to minus 4ax. കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, ഇതിനെ എങ്ങനെ എഴുതാം, y square is equal to minus 4 into 4x എന്ന് എഴുതാം. ഇപ്പം എന്താണ്, എയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു 4, എ ഈസ് ഈക്വൽ ടു 4 കിട്ടി. അപ്പോൾ ലാറ്റസ് റെക്ടം, ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം എന്താണ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഫോർമുല 4 into a. a നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് 4 into 4 is equal to 16 യൂണിറ്റ്സ് ലെങ്ത് ഓഫ് ദി ലാറ്റസ് റെക്ടം കിട്ടി. ഇനി ഫോക്കസ് നോക്കിക്കേ, ഇതിൻ്റെ ഫോം എന്താണ്, y square is equal to minus 4ax. അപ്പം അതെന്താണ്, ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് y square വന്നതുകൊണ്ട് ഒന്നെങ്കിൽ അത് റൈറ്റ് ഹാൻഡഡോ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡഡോ. ഇനി ഇവിടെ ഒരു നെഗറ്റീവ് സൈനും കൂടെ വന്നുകൊണ്ട് എന്താണ് അതിപ്പോൾ ലെഫ്റ്റ് ഹാൻഡഡ്, ലെഫ്റ്റിലുള്ള പരാബോളയാണ്. അപ്പം അതിനെ ഞാൻ ഡ്രോ ചെയ്യുവാണെങ്കിൽ അതെങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ വരുന്ന ലെഫ്റ്റ് ഹാൻഡഡ് പരാബോള, ഇപ്പോൾ y square ഈസ് ഈക്വൽ ടു മൈനസ് 4x വെർട്ടെക്സ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്, അത് 0 0 ആ ടേബിളിൽ നിന്നുണ്ട്. അപ്പോൾ വെർട്ടെക്സ് 0 0 എന്ന് കിട്ടി. ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം 4a, അത് 16 എന്ന് കിട്ടി. ഫോക്കസ് ഇപ്പോൾ y square ഈസ് ഈക്വൽ ടു മൈനസ് 4ax ആണെങ്കിൽ ഫോക്കസ് -a0 എന്ന് ടേബിളിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിലെ ടേബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എയുടെ വാല്യൂ എന്താണ്, a4. സോ ഫോക്കസ് എന്ന് പറയുമ്പോൾ -a0 എന്നുള്ളത് എന്തായിട്ട് കിട്ടി, -4 0. ഓക്കെ, ഇപ്പോൾ ഫോക്കസ് -4 0, വെർട്ടെക്സ് 0 0, ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് 16. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടി. ഫോർമുല അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഓക്കെ, ഇപ്പോൾ മെയിനായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഇതായിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.